ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ സൺഡേ എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ സൺഡേ ഇന്ന് നമ്മൾ പുറത്തൊക്കെ ഒന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഒരു ട്രാവൽ വ്ളോഗാണ്. തമ്പനയിലും ടൈറ്റിലും ഒക്കെ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. സൺഡേ രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷമാണ് ചെടികളെയൊക്കെ ഒന്ന് നോക്കാനായിട്ട് വന്നിട്ടുള്ളത്. നല്ല ക്ലൈമറ്റ് ആയിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് ലഞ്ചും കാര്യങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. നമ്മളിന്ന് പുറത്ത് പോകുന്നുണ്ട്. നമ്മളിന്ന് പോകുന്നത് മായാജാൽ മാളിലേക്കാണ് പോകുന്നത്. മായാജാൽ കോംപ്ലക്സിലാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് അധികം ദൂരമുണ്ട് കേട്ടോ. ഒരു 1.5 മണിക്കൂർ യാത്രയുണ്ട്. അപ്പോൾ ഞങ്ങൾ ഊബർ കാർ ബുക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. രാവിലെ ഒരു 10 മണിയൊക്കെ ആയപ്പോഴത്തേനാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. 10:30 ആയി കാറ് വന്നപ്പോഴത്തേക്കും. അപ്പോൾ ഞാനും ഹസ്ബൻഡും മോളും കൂടിയാണ് പോകുന്നത്. സ്കൂട്ടിയിൽ പോകാനാണെങ്കിൽ നല്ല ദൂരമുണ്ട്. മാത്രമല്ല നല്ല വെയിലുമായിരുന്നു കേട്ടോ. ക്ലൈമറ്റ് ഭയങ്കര വെയിലായിരുന്നു. ചൂടൊക്കെ ആയതുകൊണ്ടാണ് കാർ എടുത്തത്. അങ്ങനെ നമ്മൾ ഈ മായാജാൽ കോംപ്ലക്സിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് കുറേ വർഷം പഴക്കമുള്ള മാളാണ്. ഇത് ചെറിയൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് പോലെയാണ് കേട്ടോ. മായാജാൽ കോംപ്ലക്സ് എന്ന് പറയുന്നത് മെയിനായിട്ടും ഇവിടെ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ഇവിടുത്തെ മെയിൻ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് തന്നെ. നമുക്ക് ഉള്ളിലേക്ക് പോയതിന് ശേഷം ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം. ചെന്നൈയിലെ ECR എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു മായാജാൽ കോംപ്ലക്സ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ചെന്നൈയിൽ വരുവാണെങ്കിലും മറക്കാതെ വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് തന്നെയാണ് കേട്ടോ. ഞാനും ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത്. അപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് നല്ല ദൂരം ഉള്ളതുകൊണ്ട് ഇതുപോലെ ഞങ്ങൾ മുന്നേ ഒക്കെ വരണമെന്ന് വിചാരിച്ചിട്ടും നടന്നിട്ടില്ലായിരുന്നു. അങ്ങനെ നമ്മൾ കാറിൽ വന്ന് അവിടെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഉള്ളിലേക്ക് കയറാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇത് ഏകദേശം ഒരു 30 ഏക്കറിലാണ് ഈ ഒരു മാള് സ്ഥിതി ചെയ്യുന്നത്. 1997 ഇത് ബിൽഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. കുറേ വർഷം പഴക്കമുള്ളതാണ് ഈ ഒരു മാളെന്ന് പറയുന്നത്. പിന്നെ നമ്മൾ എത്തിയപ്പോഴത്തേനുണ്ട് ഭയങ്കര വെയിലായിരുന്നു. നമ്മൾ ഒരു 12:30 ആയപ്പോഴാണ് എത്തിയത് ഇങ്ങോട്ട്. അപ്പോൾ വെയിൽ കാരണം കൊണ്ട് വീഡിയോ എടുക്കാനോ ഒന്നിനും പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് നേരം ഇവിടെ ഒന്ന് ഇരിക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേനുണ്ട് വെയിൽ ആയതുകൊണ്ട് പിന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഉള്ളിലേക്ക് കയറാമെന്ന് വിചാരിച്ചേട്ടോ. പുറത്തുള്ള ആംബിയൻസ് ഒക്കെ അടിപൊളിയാണ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കുറേ മരങ്ങളും ചെടികളും ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഇവിടുത്തെ പാർക്കിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ തന്നെ ഏകദേശം 1200-ലധികം വാഹനങ്ങൾ പാർക്ക് ചെയ്യാനായിട്ട് പറ്റുമെന്നാണ് പറയുന്നത്. പിന്നെ ഇവിടുത്തെ പാർക്കിംഗ് ഫീസ് അത്യാവശ്യം കൂടുതലാണെന്ന് പറയുന്നുണ്ട്. ബൈക്കിന് തന്നെ 2 വീലറിന് തന്നെ എന്തോ 50 റുപ്പീസോ മറ്റോ ആണ് മേടിക്കുന്നത്. അത് കുറച്ച് കൂടുതലാണെന്നാണ് എല്ലാവരും പറയുന്നത്. ഞങ്ങളിപ്പോൾ കാറിൽ വന്നതുകൊണ്ട് കൃത്യമായി എനിക്ക് പാർക്കിങ്ങിൻ്റെ ഫീസ് എനിക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ മായാജാലിൻ്റെ ഫ്രണ്ട് പോർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാണുന്ന മരത്തിൻ്റെ ചുവട്ടിലൊക്കെ നമുക്ക് ഇരിക്കാനായിട്ട് പറ്റും. അപ്പോൾ വൈകുന്നേരം ഞങ്ങൾ ഇറങ്ങിയ സമയത്ത് കുറച്ച് നേരം വണ്ടിക്ക് വേണ്ടിയിട്ട് കാത്തു നിന്നപ്പോൾ അവിടെയൊക്കെ വന്ന് ഇരുന്നായിരുന്നു. പിന്നെ ഇതിനകത്ത് തന്നെ ഒരു ചെറിയൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. 16 സ്ക്രീനുകളും അതുപോലെ തന്നെ ഏഷ്യയിലെ സെക്കൻഡ് ലാർജസ്റ്റ് മൾട്ടിപ്ലക്സ് ആണ് ഈ മായാജാലിൽ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഭാഗത്താണത്. പിന്നെ ഡോമിനോസ് പിസയും ഒക്കെ ഇവിടെ ഉണ്ട്. നീൽഗിരീസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സൂപ്പർ മാർക്കറ്റാണ് ഇവിടെ ഉള്ളത്. ഞങ്ങൾ അതിനുള്ളിൽ നിന്ന് കയറിയിട്ടില്ല. അപ്പോൾ വീട്ടാവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ അടുത്തുള്ളവരാണെങ്കിൽ ഇവിടെയൊക്കെ വന്നായിരിക്കും തോന്നുന്നു ഷോപ്പിംഗ് ഒക്കെ ചെയ്യുന്നത്. ഇനി നമ്മൾ ഉള്ളിലേക്ക് കയറാനായിട്ട് പോവാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോഴത്തേനും ഉണ്ട് ഫ്രണ്ടിൽ തന്നെ ഇതുപോലെ കുട്ടികൾക്കുള്ള ട്രെയിൻ ഇങ്ങനെ ഇട്ടേക്കുന്നുണ്ടായിരുന്നു. ടോയ് ട്രെയിനില്ലേ, ആ ഒരു സംഭവം. അപ്പോൾ ഇത് കണ്ടപ്പോഴേ ആമി വാശി തുടങ്ങിയിട്ടുണ്ട്. ആമിക്ക് ഇതിൽ കയറണമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ജസ്റ്റ് എല്ലാം ഒന്ന് കണ്ടതിന് ശേഷം അവളെ ഒന്ന് അതിൽ കയറ്റാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ നമ്മൾ വരുന്ന വഴിയിൽ തന്നെ, അതായത് കയറി വരുമ്പോൾ തന്നെ ഫസ്റ്റ് കാണുന്നത് ഈ ഒരു ഷോപ്പാണ്. നമ്മൾ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറുന്നുണ്ട്. ഞാൻ കയറിയതിന് ശേഷം കാണിച്ചു തരാം. ഇപ്പം നമ്മൾ ഉച്ച സമയത്താണ് വന്നിട്ടുള്ളത്. ഇപ്പം നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള സമയമായിട്ടുണ്ട്. കാരണം 1:30-ക്കുള്ള സിനിമയ്ക്കാണ് ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് മുന്നേ തന്നെ നമ്മൾ കഴിച്ചിട്ട് ഇറങ്ങിയാലാണ് സിനിമയ്ക്ക് കയറാനും പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും പോകുന്ന വഴിയിൽ ആ ഒരു ഫുഡ് കോർട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെ ക്രിക്കറ്റൊക്കെ കളിക്കാനുള്ളൊരു പോർഷൻ ഉണ്ട് കേട്ടോ. നമുക്ക് വലിയ ആൾക്കാർക്ക് കളിക്കാൻ വേണ്ടിയിട്ടാണ്. മെയിനായിട്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള ഗെയിം സോണും അതുപോലെ തന്നെ തിയേറ്ററും, ഇത് രണ്ടുമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കോർട്ടിനകത്തേക്ക് കയറിയായിരുന്നു. അപ്പോൾ അവിടെ കുറേ ഷോപ്പുകളൊക്കെ ഉണ്ട്. ഞങ്ങൾ ലവ് ചെട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ചെട്ടിനാട് റെസ്റ്റോറൻറ്റിലാണ് ഫുഡ് ഓർഡർ ചെയ്യുന്നത്.
അപ്പോൾ ഇന്ന് നമ്മൾ ലഞ്ചിന് വേണ്ടിയിട്ട് റൈസാണ് കഴിക്കുന്നത്. അപ്പോൾ ഇവിടെ പല തരത്തിലുള്ള വെറൈറ്റി ലഞ്ചിന് വേണ്ടിയിട്ടുള്ള കറികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ വൈറ്റ് റൈസും പിന്നെ ഒരു ഫിഷ് കറിയും പിന്നെ ഒരു മട്ടൻ കറിയും പിന്നെ ഒരു മട്ടൻ ചുക്കയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മണി 12:30 ആവുന്നുണ്ട്. കഴിച്ച് കഴിഞ്ഞിട്ട് 1:30ക്ക് നമ്മൾ ഷോയ്ക്ക് മേലേക്ക് കയറണം. അതിന് മുന്നേ നമ്മളൊന്ന് കഴിക്കാമെന്ന് വിചാരിച്ചേട്ടോ. നമ്മൾ കുറേ നാളായി വിചാരിക്കുന്നുണ്ട് വീട്ടിൽ നിന്ന് കുറച്ചൊന്നൊരു ലോങ് ട്രാവൽ വരണമെന്ന്. ശരിക്കും വീട്ടിൽ ഇരുന്ന് തന്നെ ബോറടിച്ച് തുടങ്ങിയത് കൊണ്ടാണ് പിന്നെ ഹസ്ബൻഡ് പറഞ്ഞു നമുക്കിങ്ങനെ ഇങ്ങോട്ടേക്ക് വരാമെന്ന്. അങ്ങനെയാണ് പ്ലാൻ ചെയ്ത് ഇങ്ങോട്ടേക്ക് വന്നത് കേട്ടോ. ഫുഡെന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര സംഭവമായിട്ടൊന്നും തോന്നിയിട്ടില്ലായിരുന്നു. ഓക്കെ ആയിരുന്നു എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം റൈസൊക്കെ നമ്മൾ മറ്റുള്ള പുറത്തുള്ള റെസ്റ്റോറൻറ്റിൽ നിന്ന് വേവിക്കുന്ന അത്രയും ചോറ് വെന്തിട്ടില്ലായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നത് ഈ ചിലപ്പോൾ ചെട്ടിനാട് സ്റ്റൈലിൽ ചെയ്തുകൊണ്ടായിരിക്കണം. പിന്നെ കറിയൊക്കെ നല്ല അടിപൊളിയായിരുന്നു. മട്ടൻ കറിയും മട്ടൻ ചുക്കയും നല്ലതായിരുന്നു കേട്ടോ. മീനിന് കുറച്ച് ചെന്നൈ തമിഴ്നാട് സ്റ്റൈലിലുള്ള കറികളാണിതൊക്കെ. അപ്പോൾ ഇവിടുത്തെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് കുഴപ്പമില്ലായിരിക്കും. ഞങ്ങൾക്ക് ഇത് ഇഷ്ടമാണ്, ഇവിടുത്തെ കറികളൊക്കെ ഇഷ്ടമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫുഡ് കോർട്ടിലിരുന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം പിന്നീട് പുറത്തേക്കൊന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചേട്ടോ. അപ്പോൾ ആമി നല്ല ഹാപ്പി ആയിട്ടുണ്ട്. കാരണം കുറേ നാളായല്ലോ ഞങ്ങൾ പുറത്തൊക്കെ ഒന്നിങ്ങനെ വന്നിട്ട്. അങ്ങനെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് സമയം ഉണ്ടായിരുന്നു. 1 മണിയൊക്കെ ആയപ്പോൾ തന്നെ ഞങ്ങൾ ഇറങ്ങി. 1:30ക്കാണ് ഷോ തുടങ്ങുന്നത്. അപ്പോൾ എന്തായാലും അതിന് മുന്നേ തന്നെ അവളെ ഒന്ന് ടോയ് ട്രെയിനിൽ കയറ്റാമെന്ന് വിചാരിച്ചേട്ടോ. അപ്പോൾ അവളും ഒന്ന് ഹാപ്പിയായി. കുട്ടികളിപ്പോൾ കുറവാണ്. ഒരു റൗണ്ട് കറങ്ങിയതിന് ശേഷം കുട്ടികൾ കൂടുതൽ കയറുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ആദ്യം കയറിയപ്പോൾ ആമി മാത്രമാണ് ഉണ്ടായിരുന്നത്. ഏകദേശം ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്ന റേറ്റ് ഒരു കുട്ടിക്കാണെങ്കിൽ 100 രൂപയും 3 പേര് കയറുന്നുണ്ടെങ്കിൽ വലിയവർക്കും കയറാമെന്ന് പറഞ്ഞു. 3 പേര് കയറുവാണെങ്കിൽ 200 രൂപയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനും ഹസ്ബൻഡും കയറുന്നില്ല എന്ന് തീരുമാനിച്ചു. അതുകൊണ്ട് ആമി മാത്രമാണ് വിട്ടത്. കുട്ടികൾക്കാണല്ലോ ഇതൊക്കെ ഇഷ്ടം. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ കയറിയില്ല. അങ്ങനെ 100 രൂപ കൊടുത്തിട്ട് അതിലൊക്കെ ഒന്ന് കയറ്റി ഒരു 3 റൗണ്ട് എന്തോ മറ്റോ ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 3ഓ 5ഓ റൗണ്ടാണ് കേട്ടോ. എനിക്ക് ശരിക്കും ഓർമ്മ വരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഒരു ചെറിയൊരു ഷോപ്പ് ഉണ്ടെന്ന്. ഇതിനുള്ളിലേക്ക് കയറി. നമ്മൾ ഷോപ്പിംഗ് ചെയ്യാനും ഒന്നിനും അല്ല കയറിയത്. നമ്മൾ ഇതുപോലെ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ഞാനിങ്ങനെ ഷോപ്പിംഗ് ചെയ്തില്ലെങ്കിലും എനിക്കിതൊക്കെ കാണാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ സ്ത്രീകൾക്ക് പൊതുവേ അങ്ങനെയാണല്ലോ, നമുക്കിതൊക്കെ കാണാനായിട്ടാണല്ലോ ഇഷ്ടം. അപ്പോൾ എനിക്ക് തോന്നിയത് ഭയങ്കര ക്വാളിറ്റിയുള്ള സാധനങ്ങളൊന്നും അല്ലായിരുന്നു. സാധാരണ നമ്മൾ ഷോപ്പിൽ നിന്ന് മേടിക്കുന്ന ഓക്കെ ക്വാളിറ്റിയാണ്. ഇതൊന്നും പ്യുവറായിട്ടുള്ള മെലാനിൻ പ്ലേറ്റോ കാര്യങ്ങളൊന്നും അല്ല, പ്ലാസ്റ്റിക്കിലുള്ള ഫൈബറിലുള്ള പ്ലേറ്റ്സുകളാണ്. പിന്നെ റേറ്റ് എന്ന് പറയുന്നത് ഞങ്ങളൊന്നും തന്നെ എടുത്തിട്ടില്ലായിരുന്നു. റേറ്റ് അതുകൊണ്ട് തന്നെ എനിക്ക് പുറത്തുനിന്ന് മേടിക്കുന്ന റേറ്റ് അനുസരിച്ച് ഇവിടെ റേറ്റ് കൂടുതലായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഈ ബുദ്ധയുടെയൊക്കെ സ്റ്റാച്യുവിന് നല്ല റേറ്റ് ആവുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് വീട്ടിലൊരെണ്ണം ഇരിക്കുന്നത് കഴിഞ്ഞ വർഷം ഞങ്ങളിങ്ങനെ കന്യാകുമാരി പോയപ്പോൾ മേടിച്ചിട്ടുള്ളതാണ് കേട്ടോ. അത്യാവശ്യം നല്ല സൈസ് ഉണ്ട്. അത് 600 രൂപയ്ക്ക് ഞങ്ങൾക്ക് തന്നതാണ്. പക്ഷേ ഇവിടുത്തെ ഈ ഒരു ബുദ്ധയുടെ സ്റ്റാച്യുവിനൊക്കെ ഞാൻ റേറ്റ് നോക്കിയപ്പോൾ ചെറുതിന് തന്നെ 250 മറ്റോ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ ഇത്രയും വലുതായിട്ട് തോന്നിക്കുന്നതാണ്. തീരെ ചെറുതാണ് കേട്ടോ ഈ സംഭവമൊക്കെ. പക്ഷേ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു. കണ്ട 295 രൂപയാണ്. 300 റേഞ്ച് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇതുപോലുള്ള ഷോപ്പിംഗ് മാളുകളിലൊക്കെ നമ്മൾ കയറിയിട്ട് ഇതുപോലുള്ള സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് ഞങ്ങൾ നിൽക്കാറില്ല. കാരണം അത്യാവശ്യം നല്ല റേറ്റിനായിരിക്കും കൊടുക്കുന്നത്. പിന്നെ ഈ ഒരു മാളിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ 1997 നിർമ്മിച്ചിരിക്കുന്നതല്ലേ. അതുകൊണ്ട് തന്നെ നല്ല പഴക്കമുള്ളതാണ്. 2003 സ്പോർട്സ് കോംപ്ലക്സ് ഇവിടെ നിർമ്മിച്ചത്. പിന്നെ അത് കഴിഞ്ഞിട്ട് 2005 ആയപ്പോഴത്തേക്കും ഇവിടെ തൊട്ടടുത്ത് തന്നെ ഇതിനോട് ചേർന്ന് ഒരു റിസോർട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ അതൊന്നും കണ്ടിട്ടില്ല. 40 റൂമുകൾ അടങ്ങുന്ന ഒരു റിസോർട്ടാണെന്നാണ് പറയുന്നത്. ഇതാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ ഒരു ദിവസം വന്നിട്ടുണ്ടെങ്കിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ നിങ്ങൾക്ക് കുട്ടികളൊക്കെ കൊണ്ടുവരുവാണെങ്കിൽ ഫുള്ളായിട്ടൊന്ന് സ്പെൻഡ് ചെയ്ത് ഇവിടെ നിന്ന് തന്നെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോകാനായിട്ട് പറ്റും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ 16 സ്ക്രീനുകളാണ് ഇവിടുത്തെ തിയേറ്റർ. 16 സ്ക്രീനുകളാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ തിയേറ്ററിൽ എപ്പോഴും ഫിലിം ഓടിക്കൊണ്ടിരിക്കും. ഞങ്ങളിന്ന് ഡിമോണ്ടി കോളനിയുടെ സെക്കൻഡ് പാർട്ടാണ് കാണാനായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ എനിക്ക് തോന്നിയ കാര്യം തിയേറ്ററിലെല്ലാം ചെറുതാണെന്ന് തോന്നുന്നു. സ്പേസ് നമ്മൾ മറ്റുള്ള സ്ക്രീനുകളിലെ കാണുന്നേക്കാളും ഇത് സ്പേസ് കുറവാണ്. പക്ഷേ നല്ല സൗണ്ട് എഫക്റ്റ് ആയിരുന്നു. അതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് സിനിമയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഒരു 5 മണിയൊക്കെ ആയപ്പോൾ പുറത്ത് വന്നു.
പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ട് ഹസ്ബൻഡ് പറഞ്ഞത് ഇങ്ങനെ മോളെ ടോയ് കാറിലുണ്ടല്ലോ അതിലിങ്ങനെ കയറ്റാമെന്ന്. അപ്പോൾ അവൾക്ക് ഒറ്റയ്ക്ക് ഓടിക്കാനായിട്ട് അറിയില്ല, ഇത് ഫസ്റ്റ് ടൈമാണ് ആമി ഇതിൽ കയറുന്നത്. അങ്ങനെ ഹസ്ബൻഡും കൂടി കയറാമെന്ന് പറഞ്ഞു. അങ്ങനെ അവരതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിങ്ങനെ പുറത്ത് നിന്നിട്ട് വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. ശരിക്കും നമ്മൾ മൊത്തത്തിലൊന്ന് ചുറ്റി കറങ്ങിയിട്ടില്ല കേട്ടോ, കാരണം നമുക്ക് ഇവിടെ നിന്ന് പോകാനുള്ള സമയമായിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ ഇവിടെ നിന്ന് വീട്ടിലേക്ക് തിരിച്ചാലാണ് ഞങ്ങൾക്കൊരു 6:30-7 മണിക്കെങ്കിലും വീട്ടിലേക്ക് എത്താനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നേരത്തെ ഇറങ്ങണം. അതുകൊണ്ട് ഞങ്ങൾ ഒരുപാട് നേരം ഉള്ളിലേക്കൊന്നും കയറിയില്ല. പിന്നെ ഇതിനകത്ത് തന്നെ കുറേ ഗെയിം സോണും അതുപോലെ തന്നെ ടെക്സ്റ്റൈൽസും ഒക്കെ ഉണ്ട്, ഫുഡ് കോർട്ടുണ്ട്. അപ്പോൾ ഒരുപാട് നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത് രാവിലെ പോയിട്ട് വൈകുന്നേരം വരെ അവിടെ നിന്ന് സ്പെൻഡ് ചെയ്തിട്ട് തിരികെ വീട്ടിൽ വരിക എന്നുള്ളതായിരുന്നു. പിന്നെ ഭക്ഷണം നിങ്ങൾക്ക് പുറത്തുനിന്നുള്ള ഫുഡ് ഇതിനുള്ളിൽ അലൗഡ് അല്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുപോകാനായിട്ട് പറ്റില്ല. ഒന്നുകിൽ ഈ ഫുഡ് കോർട്ടിൽ നിന്ന് കഴിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ പുറത്ത് ഹോട്ടലുകളുണ്ട്, അവിടെ നിന്ന് കഴിക്കണം. റേറ്റ് എന്ന് പറയുന്നത് ഭക്ഷണത്തിൻ്റെ റേറ്റ് അത്യാവശ്യം കൂടുതലായിട്ട് എനിക്ക് തോന്നിയായിരുന്നു. പുറത്തെ ഹോട്ടലിൽ നിന്ന് കഴിക്കുന്നതിനേക്കാളും കുറച്ച് കൂടുതലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇതാണ് നമ്മുടെ മായാജാൽ കോംപ്ലക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചെന്നൈയിൽ വരുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സ്ഥലം വന്ന് കാണുക. നല്ല നിങ്ങൾക്ക് വർത്തായിരിക്കും. ഒരു ഡേ ഫുള്ളായിട്ട് നിങ്ങൾക്ക് അവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഞങ്ങളിവിടെ നിന്ന് ഒരു 5:30 ആയപ്പോഴത്തേക്കും ഇറങ്ങി. വീട്ടിലെത്തിയപ്പോഴത്തേനും ഒരു 7-7:30 ആയിരുന്നു. പിന്നെ വീട്ടിൽ വന്നപ്പോൾ അന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഫുൾ മൂൺ കണ്ട ദിവസമായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത്, പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ വീട്ടിനടുത്തുള്ള ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുകയാണ്. അപ്പോൾ ഇന്നാണ് തീരുന്ന ദിവസം, സൺഡേ ആണ് ഉത്സവം തീർന്നത്. അങ്ങനെ അതിൻ്റെ ഈ വെടിക്കെട്ടും കമ്പക്കെട്ടൊക്കെ കാണുന്നതാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ കുറച്ചൊന്ന് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.